പരിശുദ്ധ പിതാവ് നോമ്പുകാല സന്ദേശം നൽകി. രണ്ടായിരത്തി നോമ്പുകാല സന്ദേശം പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശ്വാസികൾക്ക് നൽകി. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും വിശ്വാസികൾക്ക് കഴിയണമെന്നും വേദനിക്കുന്നവരോട് കരുണ കാണിക്കുന്നതിൽ നാം ഒട്ടും തന്നെ പിന്നോട്ട് പോകരുതെന്നും പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. Dear brothers and sisters, today, Ash Wednesday, marks the beginning of the Church's Lenten journey towards Easter. Lent reminds us, as St. Paul exhorts, not to accept the grace of God in vain, but to recognize that today the Lord calls us to penance and spiritual renewal. This call to conversion is expressed in the two formulae used in the rite of the imposition of ashes. The first formula, turn away from sin and be faithful to the gospel, echoes Jesus' words at the beginning of his public ministry. It reminds that conversion is meant to be a deep and lasting abandonment of our sinful ways in order to enter into a living relationship with Christ, who alone offers true freedom, happiness and fulfillment. The second, older formula, remember man, that you are dust and to dust you shall return, recalls the poverty and death which are the legacy of Adam's sin, while pointing us to the resurrection, the new life and the freedom brought by Christ, the second Adam. ക്രൈസ്തവ ജീവിതത്തിന്റെ വിശാലതയെക്കുറിച്ച് ഒരിക്കൽ കൂടി വിചിന്തനം നടത്തുവാൻ നോമ്പുകാലം ഉപകരിക്കണമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. This Lent, through the practice of prayer and penance and the ever more fruitful reception of the Church's sacraments, may we make our way to Easter with hearts purified and renewed by the grace of this special season. I welcome all English-speaking visitors present to this audience, especially those from England, Ireland and the United States. My special greeting goes to the members of the movement Pro Sanctutate from Lithuania, led by Bishop Antons Justs. I also greet the many school and university students, including those from Bishop Hendricks High School in Rhode Island. And I thank the choirs for their praise of God in song. Upon all of you invoke God's blessings of joy and peace. ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റിന്റെ 109ാം ജന്മദിനം ആഘോഷിച്ചു. തെക്കൻ കേരളത്തിലെ കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിന് ശ്രദ്ധേയമായ വളർച്ച നൽകിയ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റിന്റെ ജന്മദിനം ഉണ്ടങ്കോട് ദേവാലയത്തിൽ ആഘോഷിച്ചു. ബെൽജിയത്തു നിന്ന് കേരളത്തിലെത്തി തെക്കൻ കുരിശുമലയിൽ തുടങ്ങി വിവിധ ദേവാലയങ്ങൾ അച്ഛന്റെ പ്രധാന സംഭാവനകളാണ്. വിദ്യാഭ്യാസ വീക്ഷണമുള്ള ഈ ശ്രേഷ്ഠ വൈദികൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും രൂപതയ്ക്ക് സംഭാവന ചെയ്തു. OCD വൈദികനായ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് 38 വർഷം കേരളത്തിൽ സേവനമനുഷ്ഠിച്ചു. അച്ഛന്റെ തിരുവസ്ത്രവും ബാഗും ചെരുപ്പും ഇപ്പോഴും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ സത്യനേശൻ ഉപദേശി അമൂല്യനിധിയായി സൂക്ഷിക്കുന്നു. അച്ഛന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ചു നടന്ന ദിവ്യബലിയിൽ മോൺസിഞ്ഞൂർ ജി ക്രിസ്തുദാസ് മുഖ്യ കാർമ്മികനായിരുന്നു. പൊതുസമ്മേളനം ഫാദർ ജയരാജു ജയർ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോണി കെ ലോറൻസ്, ഫാദർ അനിൽകുമാർ, ശ്രീ യേശുദാസൻ, സേവിയർ, സത്യനേശൻ, റജി, മധുസൂദനൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ഞാൻ 4 വർഷത്തിലൊരിക്കലാണ് ജനിക്കുന്നതെന്ന്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ആണ് പിന്നീട് ആ കാര്യം മനസ്സിലായത്. അതനുസരിച്ച് ആ വർഷങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന കാര്യത്തിൽ പിന്നോട്ട് പോയിട്ടില്ല. ഇവിടെ വന്ന് അദ്ദേഹത്തിന് വിദേശ മിഷണറിമാർ വന്ന് ദേവാലയങ്ങൾ മാത്രമല്ല സ്ഥാപിച്ചത്, പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുന്നതിലും അവർ വളരെയധികം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അച്ഛനും ഇവിടെ ഒരു സ്കൂൾ സ്ഥാപിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പല തടസ്സങ്ങളും അന്നും ഉണ്ടായിരുന്നു. എന്നാലും സ്കൂൾ അനുവദിച്ചു വന്നു. ഇവിടെ വന്ന് ആദ്യത്തെ വർഷം തന്നെ 5 ഡിവിഷനും 5 അധ്യാപക 7 പ്രവർത്തകരുമുണ്ട്.
അതിൽ അന്ന് 5 ഒന്നാം ക്ലാസ് ഡിവിഷനിൽ 5 പേരിൽ ഇന്ന് ഞങ്ങൾ 3 പേരെ ജീവിച്ചിരിപ്പുള്ളൂ. 2 പേര് മൺമറഞ്ഞു. ബാക്കി 2 പേര് ഒരു സ്പെഷ്യൽ ടീച്ചറായ രുക്മിണി സായിയും പിന്നെ എല്ലാം സഹായിക്കുന്നതിന് വേണ്ടി നിന്ന ജോൺസണും. ഇങ്ങനെ 7 പേരിൽ 4 പേര് മൺമറഞ്ഞു കഴിഞ്ഞു. ഇനി 3 പേര് ശേഷിക്കുന്നുണ്ട്. അത് ഞാനൊന്ന്, സ്റ്റേജിലിരിക്കുന്ന യേശോ സാറൊന്ന്, പുറകിലിരിക്കുന്ന വർഗീസ് സാറൊന്ന്. ഇന്നാണ് അന്നത്തെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഉള്ള സ്ഥിതി. കണ്ടംതിട്ട സഹായമാതാ കുരിശടി ആശീർവദിച്ചു. വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി. സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി കണ്ടംതിട്ട സഹായമാത കുരിശടി ആശീർവദിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് ദേവാലയത്തിന് മുന്നിൽ നിർമ്മിച്ച കുരിശടി ഇടവകയുടെ വിശ്വാസ വളർച്ചയുടെ ഭാഗമാണെന്ന് ഇടവക വികാരിയും ഉണ്ടങ്കോട് ഫൊറോന വികാരിയുമായ ഫാദർ ജോണി കെ ലോറൻസ് അറിയിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവ് നേതൃത്വം നൽകി. ഫാദർ സിറിൽ ഹാരിസ്, ഫാദർ ഷാജു സെബാസ്റ്റ്യൻ, ഫാദർ സജി, ഫാദർ തോമസൻ IVD തുടങ്ങിയവർ കുരിശടി ആശീർവാദത്തിൽ പങ്കെടുത്തു. തുടർന്ന് 85 പേർക്ക് അഭിമന്യ പിതാവ് സ്ഥൈര്യലേപന കൂദാശ നൽകി. ഇന്ന് സ്ഥൈര്യലേപന കൂദാശ ഇവിടെ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും പ്രസക്തിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. യേശുവിൻ്റെ ജീവിതാരംഭത്തിൽ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ യേശു ജോർദാൻ നദിയിൽ യോഹന്നാന്റെ അടുക്കൽ ചെന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച സംഭവം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്നുവെന്നും സ്വർഗത്തിൽ നിന്ന് ദൈവപിതാവിൻ്റെ സ്വരം കേട്ടു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇവനെ ശ്രവിക്കുവിൻ എന്ന വചനം. കുരിശുമല തീർത്ഥാടന ഒരുക്കങ്ങൾ പൂർത്തിയായി. 55ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന് കുരിശുമലയും സമീപ പ്രദേശങ്ങളും ഒരുങ്ങി. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആശ്രയവും അഭയസങ്കേതവുമാണ് കുരിശുമല. തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തെക്കൻ കുരിശുമലയുടെ 55ാമത്തെ തീർത്ഥാടനത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഹൈന്ദവരെന്നോ ക്രൈസ്തവരെന്നോ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരെന്നോ വ്യത്യാസം കൂടാതെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും തപസ് അനുഷ്ഠിച്ച് നിയോഗങ്ങൾ മുന്നിൽ വെച്ച് പ്രാർത്ഥനയോടുകൂടെ സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി പൊക്കമുള്ള ഈ കുരിശുമലയിലേക്ക് കടന്നു വരിക.
ഈ തീർത്ഥാടകർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഇതാ പൂർത്തിയായിരിക്കുകയാണ്. നവംബർ മാസം മുതൽ 500-ലധികം സന്നദ്ധ പ്രവർത്തകർ 8 സംവിധാനങ്ങളിലൂടെ, കമ്മിറ്റികളിലൂടെ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയുണ്ടായി. അതോടൊപ്പം കേരള, തമിഴ്നാട് ഗവൺമെൻറ് എല്ലാ ക്രമീകരണങ്ങളും ഇതിനു വേണ്ടിയും ഇത് ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയും ചെയ്തു തന്നിരിക്കുകയാണ്. MLAയുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തുള്ള വിവിധ ത്രിതല പഞ്ചായത്തിലെ ആൾക്കാരും മറ്റെല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി ഒരു യോഗം കൂടുകയും അത് വീണ്ടും വിലയിരുത്തി പരിശോധിച്ച് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വരികയാണ്. തീർത്ഥാടകരുടെയും സുരക്ഷ പരിഗണിച്ച് വളരെ പഞ്ചായത്തും അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. തീർത്ഥാടകർക്ക് KLCA എല്ലാ ദിവസവും ഭക്ഷണം നൽകുമെന്ന് KLCA നെയ്യാറ്റിൻകര രൂപതാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ J. സഖായദാസ് അറിയിച്ചു. മാർച്ച് 21 മുതൽ 25 വരെ തെക്കൻ കുരിശുമല തീർത്ഥാടനം നടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ വരുന്ന സകല ഭക്തർക്കും സൗജന്യമായി നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ മുമ്പ് 3 വർഷവും ഇതേപോലെ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ നെയ്യാറ്റിൻകര രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണം ഞങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു. അത് ഈ വർഷവും ഞങ്ങൾ തുടരും. ഈ വർഷം ഒത്തിരിയേറെ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ സംരംഭത്തിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കഴിഞ്ഞ വർഷവും അതേ രീതിയിലായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ വന്ന് ഞങ്ങളുടെ ഈ സ്നേഹവിരുന്നിൽ പങ്കെടുത്ത് സംതൃപ്തരായി പോയിട്ടുള്ളത്. അത് ഈ വർഷവും ഞങ്ങൾ തുടരുന്നുണ്ട്. ബലിമൃഗം തന്നെ ബലിയർപ്പകനാകുന്ന കാഴ്ച ചരിത്രത്തിലാദ്യമായിരുന്നു. പുതുയുഗത്തിന് കാരണമായവൻ തിരഞ്ഞെടുത്ത ബലിപീഠത്തിനും ഒരു പുതിയ തുടക്കമാവാൻ കാൽവരി ബലി കാരണമായി. അധമന്മാർക്ക് ഭൂഷണമായ കുരിശ് തപോധനന്മാർക്കും സാത്വികർക്കും കിരീടമായി. കഴുമരം, ആർദ്രഹൃദയ ശൃംഗങ്ങളിൽ ഹൃദയ പതാകകൾ പാറിപ്പറക്കുന്ന കൊടിമരങ്ങളാണിന്ന്. ആം ദി വേ, ദ ട്രൂത്ത് ആൻഡ് ദി ലൈഫ്. അവൻ്റെ വഴിയിലൂടെ, അവനിലൂടെ പ്രയാണം ചെയ്യുന്നവർക്ക് കുരിശ് ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകവും. 55ാമത് കുരിശുമല തീർത്ഥാടനം മാർച്ച് 21-ാം തീയതി ബുധനാഴ്ച മുതൽ 25-ാം തീയതി ഞായറാഴ്ച വരെയും ഏപ്രിൽ 6-ാം തീയതി ദുഃഖ വെള്ളിയാഴ്ചയിലുമായി നടത്തപ്പെടുന്നു. തീർത്ഥാടകർക്ക് പ്രാർത്ഥനാ നിർഭരമായ സ്വാഗതം. കുരിശുമല തീർത്ഥാടനം, വെള്ളറട, നെയ്യാറ്റിൻകര രൂപത.